ഫസ്റ്റ് ഇയർ തൊട്ട് അവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ചെയർമാൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാണാൻ എൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. മുൻകാമുകിനെ പോലെയാണ് ഞാൻ കാണാതിരിക്കുന്നത്, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതുപോലെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നും, നീ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമ്പോൾ ക്യാബിനിലേക്ക് വരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനത് സാധാരണ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്തത്. കാരണം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യം കാര്യം കാണാൻ കഴുതക്കാലം പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം അവരുടെ ആവശ്യം നമ്മുടെ ആവശ്യമാണത്. അതുകൊണ്ട് ഞാനതെല്ലാം ഒരു സാധാരണ രീതിയിലെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ കോംപ്ലിമെന്റ്സിലേക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി. അയാൾ എന്നെ പിടിക്കുന്ന രീതിക്കും അതുപോലെ തന്നെ എന്റെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന രീതികളെല്ലാം എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ ഞാനത് റിജക്ട് ചെയ്യാൻ ഉണ്ടായത്. ഒരു ദിവസം മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ പ്രിൻസിപ്പൽ മാം ഇല്ലാത്ത ദിവസം തൊട്ടടുത്ത് വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഓൺ ഹോസ്പിറ്റൽ ഇല്ല, തൊട്ടടുത്ത് വേറൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഞാൻ പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് 2 പേര് വെച്ചാണ് പോസ്റ്റിങ്ങിന് പോകുന്നത്, നൈറ്റ് ഡ്യൂട്ടി ആണെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ 6 മണി കഴിയുമ്പോൾ ഒരു പ്രിൻസിപ്പൽ മാം പോയി കഴിയുമ്പോൾ കാണാൻ വാ, ഞാൻ നിന്നെ വിളിപ്പിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എൻ്റെ വീട്ടിൽ പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, ഒറ്റയ്ക്കായിട്ട് പോകണ്ട, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഇവിടെ നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ പ്രിൻസിപ്പൽ മാമിന് കംപ്ലൈന്റ് കൊടുത്തത്. പ്രിൻസിപ്പൽ മാമിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കാരണം അവർ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പൽ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങണം, നിനക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നീ ചെയർമാൻ സാറ് പറഞ്ഞത് കേട്ട് നിന്നേ പറ്റൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് ആരുടെ അടുത്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ് പ്രിൻസിപ്പളും ചെയർമാനും. പിന്നെ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയും അടിച്ചു പിടിച്ച് സഹിച്ച് മുന്നോട്ട് പോയി. പക്ഷെ ഈ ഫീസ്, എക്സാം ഫീസ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങുക, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ച് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത്. സെക്കൻഡ് ഇയറിലെ ഫീസ് ഫസ്റ്റ് ഇയർ എക്സാം എഴുതുന്നതിന് മുന്നേ വാങ്ങാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ ഫസ്റ്റ് ഇയറിലെ എക്സാം അല്ലേ, അപ്പൊ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചല്ലോ, ഞാൻ സെക്കൻഡ് ഇയറിലെ ഫീസ് എഴുതുന്നതിന് മുന്നേ സെക്കൻഡ് ഇയറിലെ ഫീസ് അടച്ച് തീർത്താൽ പോരെയും ചോദിച്ചു. നീ ഇവിടുത്തെ മാനേജ്മെന്റ് ഞാനാണ് ഭരിക്കുന്നത്, നിനക്കത് ചോദ്യം ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി ബാഡ് ആക്കിയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെല്ലാം എന്നെ ഐസൊലേറ്റ് ചെയ്തു. എനിക്ക് പിന്നെ ആരുമില്ല, എനിക്ക് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ ആരും ഇല്ലാത്ത അവസ്ഥയെ. അങ്ങനെ അതാണ് ശരിക്കും ആദ്യം ഉണ്ടായ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 3rd ഇയറിൽ ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്. ആ ഒരു റീസണിന്റെ പേരിൽ അവരെന്നെ അവിടുന്ന് ടെർമിനേറ്റ് ലെറ്റർ പോലും തന്നിട്ടില്ല, ഇല്ലാതെ എന്നെ പറഞ്ഞു വിട്ട് എന്നെ എക്സാം എഴുതാൻ അനുവദിച്ചില്ല. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ബംഗളൂരുവിലെ മലയാളിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി തനിക്ക് നേരിട്ട ദുരനുഭവം ഉള്ളുനീർന്ന വേദനയോടെയാണ് ന്യൂസ് 18 പങ്കുവച്ചത്. കോളേജ് ചെയർമാന്റെ ഭാഗത്തുനിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായെന്നാണ് പരാതി. തൃശൂർ സ്വദേശിനിയായ പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസിന്റെ അലംഭാവം തുടർന്നു. മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിക്കെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായത്. കേസെടുത്തെങ്കിലും അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായില്ല എന്ന് പെൺകുട്ടി ന്യൂസ് 18 വെളിപ്പെടുത്തി. പരാതി നൽകിയതോടെ കോളേജിൽ നിന്നും പരീക്ഷ പോലും എഴുതാതെ മാറ്റി നിർത്തി. ബംഗളൂരു മൗണ്ട് ഷെപ്പേർഡ് നഴ്സിംഗ് കോളേജിനെതിരെയാണ് പരാതി. കോളേജ് ചെയർമാൻ വാൾട്ടർ ജെയ്സിംഗ്, ഭാര്യയും കോളേജ് പ്രിൻസിപ്പാളുമായ ശശികല എന്നിവർക്കെതിരെയാണ് പരാതി. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് കോളേജിൽ ചേർന്ന അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രശ്നങ്ങളാണ് ഈ പെൺകുട്ടി നേരിട്ടതാണ്. അതായത് ഈ കോളേജ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ലൈംഗിക ചുവയോടെയുള്ള സംസാരം, പിന്നീട് ആ രീതിയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. ഇത് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. പോലീസിൽ പരാതി നൽകി, പക്ഷേ ഇതുപോലെ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായിട്ടുമില്ല. എന്താണ് ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്? അവർക്ക് നേരിട്ട എത്ര നാളായി ഈ ചൂഷണം കോളേജ് ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് അവർ പറയുന്നത്? ഏതാണ്ട് ഒരു 3 വർഷത്തെ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്, പരാതിപ്പെടുന്നത്. കോളേജിൽ ചേർന്ന അന്ന് മുതൽ ചെന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയെ കണ്ടത് മുതൽ തന്നെ തൻ്റെ മുൻ കാമുകിയെ പോലെയാണ് ഇരിക്കുന്നത്, നിന്റെ പ്രവൃത്തികളെല്ലാം കണ്ടിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന നിലയിൽ ഒരു അടുപ്പം കാണിക്കുന്നു. പിന്നീട് ഇട്ടുവരുന്ന വസ്ത്രങ്ങളെയൊക്കെ പുകഴ്ത്തി സംസാരിക്കുന്നു. അങ്ങനെ പലതരത്തിൽ പിന്നീട് ശരീരത്തിലെ സ്പർശിക്കാൻ ശ്രമിക്കുന്നു. ആ സ്പർശനം പിന്നീടൊരു മോശപ്പെട്ട രീതിയിലേക്ക് എന്ന പെൺകുട്ടിക്ക് തോന്നിയതോടുകൂടിയാണ് ഒരു അകൽച്ചയ്ക്ക് തുടക്കമായതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളുടെ ലക്ഷ്യം ഇതാണ് എന്ന് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് പലതവണ എനിക്ക് കാണാൻ തോന്നുമ്പോഴെല്ലാം നീ ക്യാബിനിലെത്തണം എന്നാവശ്യപ്പെടുന്നു.
പല ഘട്ടത്തിലും ഈ പെൺകുട്ടി അവിടെ എത്തുമ്പോൾ അവളോട് മോശമായി ശരീരത്തിൽ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അവിടെ നിന്ന് കോളേജിൽ നിന്ന് ഈ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അവസ്ഥ അതെനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട് എന്ന് പെൺകുട്ടി പറയുന്നു. ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടി ഇയാൾ അയാളുടെ താമസ സ്ഥലത്തേക്ക് തന്നെ ക്ഷണിക്കുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. ഇത് കോളേജ് പ്രിൻസിപ്പൽ ഇയാളുടെ ഭാര്യ തന്നെയാണ്. അവരോട് പറഞ്ഞപ്പോൾ ഇയാളോട് സഹകരിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഈ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ ഞെട്ടൽ. കാരണം ഈ രണ്ടു പേരാണ് കോളേജിന്റെ ചെയർമാനും കോളേജിന്റെ അതായത് മാനേജ്മെന്റിന്റെ ഹെഡ് എന്നുള്ള നിലയിൽ ചെയർമാൻ, കോളേജ് പ്രിൻസിപ്പൽ, ഈ രണ്ടു പേരോടും പരാതി പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് ഈ ഏപ്രിലിൽ പെൺകുട്ടി പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ പോലീസും കുറെ വട്ടം ചുറ്റിച്ചു. ഏറ്റവും ഒടുവിൽ ഈ മലയാളികളായിട്ടുള്ള പല NGOകളുടെ ഭാഗത്തു നിന്ന് അടക്കം ചില ഇടപെടലുകൾ ഉണ്ടായപ്പോഴാണ് കേസെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. ഇതിൽ ഒന്നാം പ്രതിയായി വാൾട്ടർ ജെയ്സിങ്ങും രണ്ടാം പ്രതിയായി ശശികല അയാളുടെ ഭാര്യയും രണ്ടുപേരെയും ചേർത്താണ് പ്രതിപട്ടികയുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിലാണ് പക്ഷേ പെൺകുട്ടിയുടെ പിന്നീട് പലതവണ നിർബന്ധിച്ചിട്ടും 164 സ്റ്റേറ്റ്മെന്റ് പോലും എടുക്കാൻ തയ്യാറായില്ല. അത് ഈ അടുത്ത് എടുത്തിരുന്നു. പക്ഷെ എന്നിട്ടും തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പലതവണ അന്വേഷിക്കുമ്പോഴും ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞൊഴിയുക മാത്രമാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ അടുത്ത് മുഖ്യമന്ത്രി VD സതീശനെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് തനിക്ക് നീതി ലഭിക്കണം, കർണാടകത്തിലെ പോലീസിന്റെ ഈ ഒരു അലംഭാവത്തിനെതിരെ ഇടപെടൽ ഉണ്ടാകണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടി ഉണ്ടാകുമെന്ന്, അവിടെയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു തുടർ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് പെൺകുട്ടിക്ക് ഉള്ളത്. എന്തായാലും ഈ കോളേജിലെ സംവിധാനം ഫലത്തിൽ നടപടിയെടുക്കേണ്ട ആഴ്ചകൾക്ക് മുൻപാണ് ബംഗളൂരുവില് മറ്റൊരു പെൺകുട്ടി, അതായത് അവിടെ മലയാളിയായ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് അവിടെ ഈ പഠനത്തിനൊപ്പം ജോലിയും ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അവിടെ വെച്ച് മലയാളി യുവാക്കളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. പക്ഷെ അന്ന് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ആ കേസ് ഒത്തുതീർപ്പാക്കാനാണ് നീക്കം നടത്തിയത്. അതിനുശേഷം ന്യൂസിൽ നമ്മളാണ് ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് മറ്റു മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തു. പിന്നീടത് വലിയ രീതിയിൽ ചർച്ചയായി. ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഒരു ലൈംഗിക ചൂഷണമാണ്. അതായത് ഒരു കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ചെയർമാൻ്റെ ഭാഗത്തുനിന്നും ഈ രീതിയിലുള്ളൊരു അതിക്രമം ഉണ്ടായി എന്ന് പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇത്ര നാളുകളായി ഇപ്പോഴും കേസ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു നടപടികളിലേക്ക്, അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ കടന്നിട്ടില്ല. ഈ പെൺകുട്ടി ഈ കർണാടകയിലെ പോലീസ് മേധാവികൾക്കോ അതല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോ സമീപിച്ചിരുന്നോ? അതോ ഇനി കേരള മുഖ്യമന്ത്രിയെ VD സതീശനെ നേരിട്ട് കണ്ട് പരാതിപ്പെടുന്നു? ആ രീതിയിലൊരു രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ ആ പെൺകുട്ടിക്കുണ്ടോ? ഈ കർണാടകയിലെ സംവിധാനങ്ങളോട് ഒരു വലിയ നിരാശയാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേരള മുഖ്യമന്ത്രി ഇതിലൂടെ ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്തുന്നത്. അതായത് ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകണം, നിയമപരമായ നടപടി ഉണ്ടാകണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ പെൺകുട്ടി 3 വർഷം പഠിച്ചതാണ്. ഏതാണ്ട് ആദ്യ വർഷങ്ങളിലെല്ലാം നല്ല മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3-ാം വർഷത്തെ ഈ പ്രശ്നം ഉണ്ടായ ശേഷം ഈ പെൺകുട്ടിയോട് ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഫീസ് അടച്ചു, പരീക്ഷ എഴുതിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഹോൾ ടിക്കറ്റ് പോലും കൊടുത്തില്ല. പിന്നീട് ടെർമിനേഷൻ, ഒരു ലെറ്റർ പോലും നൽകാതെ കോളേജിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് പെൺകുട്ടിക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെ ആ പെൺകുട്ടി വീണ്ടും പോവുകയും ഈ ചെയർമാനെ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തു. കാരണം അവിടെ ഇയർ ബാക്ക് സംവിധാനമൊക്കെയാണ് ഉള്ളത്. ഒരു പരീക്ഷ എഴുതിയില്ലെങ്കിൽ പിന്നീട് ആ ഒരു വർഷം ഫലത്തിൽ നഷ്ടമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഈ മറ്റ് ഉള്ള ഇയാളുടെ അതിക്രമത്തെ തുടർന്നുണ്ടായ മാനസിക പ്രതിസന്ധിയെ കൂടാതെ ഈ നിലയിൽ പഠനം തന്നെ മുടങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതി കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് കേരള മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും കോളേജുകളിലോ മറ്റോ പഠനം തുടരാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഫീസ് ഉൾപ്പെടെ അടച്ചതുമാണ്. ഈ ഫീസ് അഡ്വാൻസ് ആയിട്ട് ഉൾപ്പെടെ അടയ്ക്കുന്ന നിലയാണ് അവിടെ ഉള്ളത്. ആ നിലയിലായിട്ട് പോലും പരീക്ഷ എഴുതാത്ത നിലയിൽ ശത്രുതാപരമായി പ്രതികരിക്കുന്നു. പെൺകുട്ടി തന്നെ പറയുന്നത് ഇങ്ങനെ ആദ്യം പരാതി പോയപ്പോൾ അവരെ മോശക്കാരിയായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നത്. ഈ പലതരത്തിൽ സ്വഭാവ മോശമാണ് എന്ന് പ്രചരിപ്പിക്കുക, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെന്ന് പ്രചരിപ്പിക്കുക, ഇങ്ങനെ എല്ലാ തരത്തിലും തളർത്താനുള്ള ശ്രമമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഈ വാൾട്ടർ ജെയ്സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി.
എന്തായാലും ഇതിൽ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസ് പിന്നെയും മടിച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്ന അനുഭവം. എന്തായാലും ഇയാൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ട്, ഈ പഠനം മുന്നോട്ട് പോകാൻ വലിയ ഈ മറ്റേതെങ്കിലും നടപടികൾ മറ്റു കോളേജുകളിൽ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നതിനോ ഒക്കെയുള്ള അവസരം ഉണ്ടാകണം എന്നാണ് ഈ കുട്ടി ആവശ്യപ്പെടുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നീതിക്ക് വേണ്ടി കർണാടക പോലീസിനെ സമീപിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തൻ്റെ അനുഭവത്തിൻ്റെ പുറത്ത് ആ പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതായത് കേരളത്തിലെ സംവിധാനങ്ങളോട് അവർക്ക് വിശ്വാസമുണ്ട്. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് കണ്ട് താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വിവരിക്കണം. ഇതുവഴി കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തനിക്ക് നീതി ഉറപ്പാക്കണമെന്ന ഒരാവശ്യമാണ് ആ പെൺകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. കാസർഗോഡ് പോക്സോ കേസിലെ പ്രതിയായ സ്നേഹ മെർലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പോക്സോ കേസിൽ സ്ഥിരം കുറ്റവാളിയായ സ്നേഹയ്ക്കെതിരെ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യുവതിയെ കണ്ടെത്തുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഈ സ്നേഹ മെർലിൻ നമുക്കറിയാം ഒരു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്നൊരു യുവതിയാണ്. നിരവധി പരാതികളുണ്ട്, നിരവധി കേസുകളുണ്ട്. ഇതിനു മുൻപ് ജയിലിൽ കടന്നിട്ടുണ്ട്. അന്ന് ഒരിക്കൽ ജയിലിൽ കടന്നപ്പോൾ പരിചയപ്പെട്ട ഒരു യുവതി, ആ യുവതിയുടെ വീട്ടിൽ സൗഹൃദം നടിച്ചെത്തുന്നു. അവരുടെ മകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ഒരു 16 വയസ്സുകാരിയാണ് ഇരയായത്. പക്ഷേ ഇതുവരെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവർ നാട് വിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസിന് അന്വേഷണം എങ്ങനെയാണ്? ടോമെ, ലുക്കൌട്ട് നോട്ടീസ് അല്ല, ലുക്കൌട്ട് സർക്കുലറാണ്. അതായത് വിമാനത്താവളങ്ങളിൽ അലർട്ട് കൊടുക്കുന്ന ലുക്കൌട്ട് സർക്കുലറാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കുന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത, പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ 5 ദിവസം, അതായത് ഒരാഴ്ചയോളം അടുക്കുന്നു. ഇതുവരെ ഈ പ്രതി എവിടെയെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. 16 വയസ്സുള്ള പെൺകുട്ടിയെ 1 വർഷത്തോളം നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ച കേസാണ്. മാത്രമല്ല, സ്നേഹ മെർലിൻ എന്ന് പറയുന്ന 25-കാരിക്കെതിരെ നേരത്തെയും പോക്സോ കേസുകൾ, അതായത് പോക്സോ കേസിലെ സ്ഥിരം കുറ്റവാളിയാണ് സ്നേഹ. അങ്ങനെയുള്ള ഒരു ആളെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വീട് കയറി ആക്രമിക്കൽ, അതോടൊപ്പം ലൈംഗികമായി ഇത്തരത്തിൽ ഉപയോഗിക്കൽ, അങ്ങനെ അതീവ ഗുരുതരമായ കുറ്റം ചുമത്തിയ ഒരു പ്രതിയാണ്. ആ പ്രതിയെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ചുമത്തിയ പ്രതിയെ എന്തുകൊണ്ട് പോലീസിന് പിടികൂടാൻ കഴിയുന്നില്ല എന്നതാണ്. കാരണം ഈ പ്രതിയെ പിടികൂടിയാൽ ഇതിൽ ഒരുപാട് ചുരുളഴിയാനുണ്ട്, കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. കാരണം ഇവർക്കും ഈ പെൺകുട്ടിക്കും 16 വയസ്സുള്ള ഇരയ്ക്കും അതോടൊപ്പം ഇരയുടെ സഹോദരിക്കും മൊബൈൽ ഫോൺ വാങ്ങി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരിയെയും ഇത്തരത്തിൽ ഈ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന 25-കാരി ചൂഷണം ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹ മെർലിനെ എത്രയും പെട്ടെന്ന് പിടികൂടിയാൽ, ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവൂ. അതോടൊപ്പം ഇത്തരത്തിൽ മറ്റ് കുട്ടികളെ, അതായത് ഇവരുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പഴയ കേസുകൾ നോക്കിയാൽ കാണാം, 3 കേസുകളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസാണ് ഇവർക്കെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു നിൽക്കുന്നത് വലിയ തോതിൽ കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇവർ എവിടെയാണ്, അതായത് സ്നേഹ മെർലിൻ എവിടെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇവർക്കെതിരെ 2025-ലാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ആദ്യമായി ഒരു കേസ് വരുന്നത്. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചതിന് ആ കേസിൽ ജയിലിൽ കിടക്കുന്നതിനിടയിലാണ് 15 വയസ്സുള്ള അതേ പെൺകുട്ടിയുടെ സഹോദരനെയും സ്നേഹ മെർലിൻ പീഡിപ്പിച്ചു എന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അങ്ങനെ അതിലും കേസ് ചുമത്തുന്നു. അതോടൊപ്പം തളിപ്പറമ്പിൽ മറ്റൊരു ആൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചത് ഒരു കേസും ഇവർക്കുണ്ട്. അങ്ങനെ 3 കേസും ഇപ്പോൾ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ 4ാമത്തെ കേസും. 4 കേസുകളാണ് ഇവർക്കുള്ളത്. ഇവർ ജയിലിൽ ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതി കൂടിയാണ് എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു പ്രതിയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്ന എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. കാരണം ജാമ്യ വ്യവസ്ഥ തന്നെ ഇവർ ഏതെങ്കിലും തരത്തിൽ
ഒളിവിൽ പോവുകയോ അത്തരം കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് ജാമ്യ വ്യവസ്ഥ. ആ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം കൂടിയായി ഇത് മാറുകയാണ്. ഏതായാലും ഇവരെ ഉടൻ പിടികൂടണം, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഇത്തരത്തിൽ കൂടുതൽ കുട്ടികളെ ഇവർ ഇരയാക്കിയിട്ടുണ്ടോ എന്നത് കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ എന്തായാലും അടിയന്തരമായിട്ട് ഈ യുവതിയെ കണ്ടെത്തണം. കാരണം മാത്രമല്ല, അവരെ വെറുതെ ജയിലിനടച്ചാൽ മാത്രം പോരാ, ഇനി പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. കാരണം ഇതിനു മുൻപ് സഹോദരങ്ങളായ ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ സ്നേഹ മെർലിൻ ജയിലിലായതാണ്. വീണ്ടും പുറത്തിറങ്ങിയ ശേഷമാണ് ഈ രീതിയിലുള്ള ലൈംഗിക വൈകൃതം പ്രകടിപ്പിച്ചത്. അത്തരം ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങുന്നത് ഈ സമൂഹത്തിന്, നമ്മുടെ കുട്ടികൾക്ക് അത് അപകടകരമാകും. ഏത് രീതിയിലുള്ളൊരു നടപടിയെക്കുറിച്ചാണ് പോലീസ് ആലോചിക്കുന്നത്? ടോമെ, അടിയന്തരമായി ഇവരെ കണ്ടെത്തുക, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. അതിനാണ് ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിക്കാൻ പോലീസ് തയ്യാറാകുന്നത്. നിലവിൽ ലുക്കൌട്ട് സർക്കുലർ ഇപ്പോൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. രാജ്യം വിടാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം നടപടി സ്വീകരിക്കുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ്. 3 പോക്സോ കേസുകൾ, അതോടൊപ്പം ഒരു ക്രിമിനൽ കേസ്, ഇങ്ങനെ 4 കേസുള്ള ഒരു പ്രതിയാണ്. ഇത്തരം പ്രതി എത്രയും പെട്ടെന്ന് പിടികൂടുക. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇവർ ജാമ്യത്തിൽ ഇറങ്ങി ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ 16-കാരി അത് ഭയം കൊണ്ട് പുറത്തു പറയാതിരുന്നതാണ്. പിന്നീട് ഇവരെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തതും അത്തരത്തിൽ പ്രലോഭനം ഉണ്ടാക്കിയതും അതോടൊപ്പം ഭീഷണിപ്പെടുത്തിയുമാണ് സ്നേഹ ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ മൊഴി, അത് ഈ സ്നേഹ മെർലിൻ ഭീഷണിപ്പെടുത്തിയതനുസരിച്ച് മൊഴി ചില മാറ്റങ്ങളൊക്കെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിലൊരു വ്യക്തത വരണമെങ്കിൽ, എത്രത്തോളം കൂടുതൽ ക്രൂര കൃത്യങ്ങൾ ഇവർ ഈ കുട്ടിയോട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വ്യക്തത വരണമെങ്കിൽ ഇവരെ അടിയന്തരമായി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. പക്ഷേ ഇവർ എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇത്തരം പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും വീട്ടിൽ അഭയം തേടിയിട്ടുണ്ടാവും, അവിടെയും ഉണ്ടാവും ഇത്തരം കുട്ടികൾ. ഏതായാലും ഇവർ ഒരു ഇത്തരത്തിൽ ലൈംഗിക വൈകൃതത്തിന് അടിമയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവരെ വലിയ തോതിൽ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് നിലവിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ പിടികൂട്ടണം എന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. കേട്ടോ. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിലാണ് സ്നേഹ മെർലിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നു. പക്ഷേ ഇതുവരെയും ഈ പ്രതിയെ കണ്ടെത്താനാകാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ഇടവേള. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള. സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ട ഇലന്തൂരിൽ 43-കാരൻ ഷിബുവിന്റെ തിരോധാനത്തിന് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മെയ് 31 രാത്രിയിലാണ് ഇലന്തൂർ വാര്യാപുര സ്വദേശി ഷിബുവിനെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കടാവർ നായ്ക്കൾ എത്തിച്ച് ഷിബുവിനെ കാണാതായ സുഹൃത്തിന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. ഷിബുവിനെ കാണാതാവുന്ന ദിവസം രാത്രിയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, ദിവസങ്ങൾ പിന്നിടുന്നു ഷിബുവിനെ കാണാതായിട്ട്. വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. ഒരു സുഹൃത്തിലേക്കാണ് അവരുടെ ഒരു സംശയം പോലും നീളുന്നത്. ഈ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും സൂചനയുണ്ടോ? സുഹൃത്തിന് ഇതേക്കുറിച്ച് അറിവുണ്ടോ? പോലീസിൻ്റെ നിഗമനം എന്താണ്?
ടോം, മെയ് 31-നാണ് വാര്യാപുരം സ്വദേശിയായ പത്തനംതിട്ട വാര്യാപുരം സ്വദേശിയായ ഷിബുവിനെ കാണാതാവുന്നത്. ഷിബു അന്ന് വൈകിട്ട് ഷിബുവിന്റെ സുഹൃത്തായ അനീഷിന്റെ വീട്ടിൽ ഷിബു രാത്രിയിൽ എത്തിയെന്ന് ഷിബുവിന്റെ സുഹൃത്ത് തന്നെ നൽകിയ മൊഴിയിൽ പറയുന്നു. അവിടെ രാത്രിയിൽ ഷിബുവും അതുപോലെ തന്നെ അനീഷും ഉണ്ടായിരുന്നു. രാവിലെ ജോലിക്ക് പോകണം, വിളിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇവർ മദ്യപിച്ചിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. പുലർച്ചെ വിളിക്കാമെന്ന് ഷിബുവിന്റെ സുഹൃത്തായ അനീഷ് പറയുകയും ചെയ്തു. അങ്ങനെ ആ വീട്ടിൽ ഇവർ തങ്ങുന്നു. വീട്ടിൽ പോയില്ല. ആ ദിവസം ഷിബു വീട്ടിൽ പോയില്ല. പക്ഷെ പുലർച്ചെ വിളിച്ചപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഷിബുവിനെ കാണാനില്ലെന്നാണ് സുഹൃത്തായ അനീഷ് പോലീസിന് നൽകിയ മൊഴി. എന്തായാലും 15 ദിവസമായിട്ടും ഈ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് അനീഷ് നൽകുന്ന ഒരു മൊഴിയല്ലാതെ കൃത്യമായ ഒരു തെളിവിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വീട്ടുകാർ ഷിബുവിനെ കാണാതായി അതിന്റെ 3ാമത്തെ ദിവസം പരാതി നൽകി. എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ 3ാമത്തെ ദിവസം പിന്നീട് വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് കേസെടുത്തപ്പോൾ അന്വേഷണം നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു അന്വേഷണം പോലീസ് നടത്തുന്നെങ്കിലും ഇതുവരെ ഷിബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് പോലീസ് കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന ഈ ഷിബുവിന്റെ സുഹൃത്തിന്റെ വീട്ടിലും ഒപ്പം സമീപ പ്രദേശങ്ങളിലെല്ലാം റബ്ബർ തോട്ടം അടക്കം പരിശോധന നടത്തിയെങ്കിലും ഷിബുവിനെ കണ്ടെത്താനും മറ്റെന്തെങ്കിലും സൂചന ലഭിക്കുകയോ പോലീസിന് ഇതുവരെ ലഭിച്ചില്ല. എന്തായാലും വലിയ രീതിയിൽ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം അനീഷിനെ ഇക്കാര്യം കൃത്യമായി പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അനീഷ് പോലീസിന്റെ ഒപ്പം വിവരങ്ങൾ നൽകാനും അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അത്തരം വിവരങ്ങൾ കൂടി എന്തായാലും പോലീസ് തേടുന്നുണ്ട്. വിശദമായ ഒരു പരിശോധനയും അതുപോലെ തന്നെ അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഇതുവരെ ഷിബു എവിടെ പോയി എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം വീട്ടുകാർക്കില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലാണ് വീട്ടുകാരുള്ളത്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഷിബു എവിടെയാണെന്നൊരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഈ ശശിധരനാണ് ഈ അനീഷിനെ എന്തുകൊണ്ടാണ് അവർ സംശയിക്കുന്നത്? അനീഷിൻ്റെ ഒപ്പമായിരുന്നു ഈ കാണാതാകുന്ന ദിവസം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇരുവരും തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ? ഇനി ഷിബു പോകാനുള്ള ഒരു സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആ മേഖല കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഷിബുവിനെ അലട്ടിയിരുന്നോ? ടോം, അത്തരം കാര്യങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും ഈ ഷിബുവിന്റെ സുഹൃത്താണ് അനീഷ് അന്ന് രാത്രിയിൽ അനീഷും ഷിബുവും വീട്ടിലുണ്ടായിരുന്നു. ഷിബുവിന്റെ വീട്ടിൽ ഷിബു അനീഷിന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പുലർച്ചെ ഷിബുവിനെ കാണുന്നില്ല എന്നൊരു മൊഴിയാണ് അനീഷ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൽ അപ്പുറത്തേക്ക് മറ്റു വിവരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല. ഷിബു വന്ന വാഹനം വാര്യാപുരം ജംഗ്ഷൻ തന്നെ ഇരുചക്ര വാഹനം അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരൊന്നിച്ചാണ് വീട്ടിലെത്തി രാത്രി വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം അനീഷ് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പുലർച്ചെ ഷിബുവിനെ കണ്ടില്ല എന്നുള്ള വിവരമാണ് നൽകുന്നത്. അത് എവിടാണ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ വിശദമായി അനീഷിനെ പോലീസ് വിവരങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുള്ളൂ. മറ്റ് സാധ്യതകൾ ഷിബു പോകാനുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത്തരം വിവരങ്ങളും അത്തരം സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവസാന നിലയ്ക്ക് കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന് ആ പരിസരത്തും സംശയമുള്ള അനീഷ് മൊഴി നൽകിയ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പരിശോധിക്കാനും എന്തായാലും പോലീസ് തീരുമാനിച്ചത്. അത്തരം ഒരു പരിശോധന നടത്തിയെങ്കിലും മറ്റ് സൂചനകളൊന്നും തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായാലും പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഷിബു എവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്തായാലും 15 ദിവസമായി ഷിബുവിനെ ഇപ്പോൾ ഇവിടെ കാണാതായിട്ട് വീട്ടുകാർ വലിയ ആശങ്കയിലാണ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും 15 ദിവസം, അതായത് 2 ആഴ്ച പിന്നിടുന്നു. ഈ ഷിബുവിന്റെ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ വീടിന് സമീപത്ത് നിന്ന് തന്നെ ഷിബുവിന്റെ വാഹനം ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ്. മറ്റു ഫോണോ മറ്റോ ഉപയോഗിച്ചിരുന്നോ? എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി? ടോം ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ ഉപയോഗിച്ചിരുന്നത്. നേരത്തെ ഫോൺ ഷിബുവിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോൺ കേടായതിനു ശേഷം ഫോൺ ഉപയോഗിക്കാത്തതാണ് ഒരു പ്രധാന വെല്ലുവിളിയായി വന്നത്. ആ ഫോൺ ഷിബുവിനില്ലായിരുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിൽ വിളിച്ചറിയിക്കാനും കഴിയാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ ഷിബു ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം തെളിവ് ഷിബുവിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അനീഷിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിശദമായ വിവരങ്ങളും അനീഷിനെ ചോദിച്ച് പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അനീഷ് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ ഒരു വിവരവും ഷിബുവിനെ കുറിച്ച് ഇതുവരെ പോലീസ് ലഭിച്ചിട്ടില്ല. എന്തായാലും വിശദമായ ഒരു പരിശോധന നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ ഷിബുവിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് ഫോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അതായത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണങ്ങൾ നടത്താനും കഴിയില്ല. കാരണം ഫോൺ ഉപയോഗിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതെല്ലാം ഈ അന്വേഷണത്തിൽ തടസ്സമാകുന്നുണ്ട്. എന്തായാലും ഷിബു നൽകിയ വിവരം രാത്രി തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഷിബു തന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ള അനീഷ് നൽകിയ വിവരമാണ്
പങ്കുവച്ചിട്ടുള്ളത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. എന്തായാലും കടാവൂർ നായ്ക്കളെ കൊണ്ടുവന്ന് അനീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം, അതായത് ആ സമയത്ത് ഈ ഷിബുവിനെ കാണാതായെന്ന് പറയുന്ന ആ രാത്രിയിൽ ഈ അനീഷും, അതായത് സുഹൃത്ത് അനീഷും ഷിബുവും മാത്രമായിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്, അതോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും കുടുംബത്തിന് സംശയമുണ്ടോ? ടോം, ആ ദിവസം വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് അനീഷ് നൽകിയിട്ടുള്ളത്. കാരണം രാത്രി ഇവർ വീട്ടിൽ വന്ന് മദ്യപിച്ചിരുന്നു. പുലർച്ചെ ജോലിക്ക് പോകണമെന്ന് തന്നെ വിളിക്കണമെന്നും ഷിബു അനീഷിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ വിളിക്കാൻ എത്തിയപ്പോഴാണ് അനീഷിനെ കാണാതായെന്നുള്ള വിവരമാണ്, ഷിബുവിനെ കാണാതായെന്നുള്ള വിവരമാണ് അനീഷ് നൽകുന്നത്. എന്തായാലും ആ മൊഴിയാണ് പോലീസിനുള്ളത്, ഏക മൊഴി. വീട്ടിൽ പോയതാണെന്നൊരു സംശയം അനീഷിനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ ചെന്ന് വീട്ടിലും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായി 1-2 ദിവസം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ആ 3 ദിവസം കാണാതായതിനെ തുടർന്നാണ് പിന്നീട് പരാതി പോലീസിലേക്ക് നൽകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തിയിട്ടും ഇതുവരെ ഷിബുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇരുചക്ര വാഹനം പത്തനംതിട്ട വാര്യാപുരം ജംഗ്ഷനിൽ വെച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അത് സ്വാഭാവിക അനീഷ് അന്ന് പറഞ്ഞിട്ടുമുണ്ട്. അന്ന് ആ വാഹനം അവിടെ ഇരിക്കുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു ദുരൂഹത ഇതിനകത്തുണ്ട്. പോലീസ് വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഷിബുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ടോം, യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഷിബുവിൻ്റെ തിരോധാനത്തിൽ പല രീതിയിലുള്ള ദുരൂഹതയുമുണ്ട്. 15 ദിവസം പിന്നിട്ടിട്ടും യാതൊരു സൂചനയുമില്ല. സുഹൃത്ത് അനീഷിനെ ചോദ്യം ചെയ്തു. അനീഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി. പക്ഷേ ഷിബു ഫോൺ ഉപയോഗിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അത് മറ്റു തരത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിയുന്നില്ല. എങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിച്ച് വീട്ടുകാരുടെ മൊഴിപ്രകാരവും സുഹൃത്ത് അനീഷ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മലപ്പുറം വണ്ടൂർ കാപ്പിലിൽ 2 പേർക്ക് വെട്ടേറ്റ കേസിലേക്കാണ്. കാപ്പിൽ സ്വദേശികളായ വിശാഖ്, ജിതിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരുടെയും കൈക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരും BJP പ്രവർത്തകരാണ്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് BJP ആരോപിക്കുന്നു. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇത് രാഷ്ട്രീയ വിരോധമാണോ ഈ സംഭവത്തിന് പിന്നിൽ? അങ്ങനൊരു രാഷ്ട്രീയ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണോ ഈ കാപ്പിൽ? ടോം, ഇതുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകർ പറയുന്നത് രാഷ്ട്രീയ വിരോധമാണ്, രാഷ്ട്രീയമാണ് പ്രശ്നമെന്നൊക്കെയാണ്. പക്ഷേ പോലീസും CPM പറയുന്നത് അത് രാഷ്ട്രീയ പ്രശ്നമല്ല, മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അക്രമത്തിലേക്ക് എത്തിയത് കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്നുള്ളതാണ്. അതായത് ഇതിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള 2 പേർ, വിശാഖ്, ജിതിൻ. ഇതിൽ ജിതിൻ്റെ മകനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന, BJPക്കാർ ആരോപിക്കുന്ന ആക്രമിച്ചു എന്ന് പറയുന്നത് ജിനേഷ് രാജിൻ്റെ മകനും തമ്മിൽ സ്കൂളിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു മുൻപ്. അവർ UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഈ തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നമാണ് ഈ ഒരു കയ്യാങ്കളിയിൽ എത്തിയതെന്നാണ് CPM-ഉം പോലീസും ഒക്കെ പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു തർക്കം അക്രമത്തിലേക്ക് വഴിമാറിയതും കത്തി ഉപയോഗിച്ച് ഈ ജിനേഷ് രാജ് എന്ന വ്യക്തി ഇവരെ, വിശാഖിനെയും ജിതിനെയും ആക്രമിച്ചു എന്നാണ് പറയുന്നത്, BJP പ്രവർത്തകർ പറയുന്നത്. എന്നാണെന്ന് 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ വിശാഖും ജിതിനും പെരിന്തൽമണ്ണയിലും അതേപോലെ ജിനേഷ് രാജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ജിനേഷ് രാജിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. ഇയാളിപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് മെഡിക്കൽ കോളേജിലുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ ഒരു സംഘർഷത്തിലേക്ക് നയിക്കാൻ മാത്രം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ BJP ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് കാണുന്നത്. 2 BJP പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചു. അതിൽ വാർഡ് മെമ്പറും ഈ ഒരു 24-ാം വാർഡ് മെമ്പറും ഈ അക്രമത്തിന് കൂട്ടുനിന്നൊക്കെയാണ് BJPയുടെ ആരോപണം. അത് ആരോപണം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനാവുന്നത്. ആരുടെയും പരിക്ക് ഇപ്പോൾ ഗുരുതരമല്ലാത്ത സാഹചര്യമാണ്. എല്ലാവരും ചികിത്സയിലാണുള്ളത്. ഈ സ്ഥലം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പും വാർത്തകൾ ഇടം പിടിച്ച ഒരു സ്ഥലമാണ്. നേരത്തെ ഒരു CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ബാർബർ ഷാപ്പിൽ വെച്ച് കഴുത്തിൽ കത്തിവെച്ച് ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്ഥലം കൂടിയാണ് ഈ കാപ്പിൽ. അപ്പോഴങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പോലും അവിടെ രാഷ്ട്രീയ തർക്കവും ചെറിയ ഇഷ്യൂസൊക്കെ ആവുന്ന ഒരു സ്ഥലമാണ്. എന്നാണെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നു. പിന്നീട് അത് വലിയ
സംഘർഷമായി മാറുന്നു. സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ച വിശദീകരണം ഇപ്രകാരം തന്നെയാണ്. ഈ സ്കൂൾ കുട്ടികൾ UP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള തർക്കം അത് മുൻപ് നടന്നതാണ്. അത് പിന്നീട് പറഞ്ഞ് വീണ്ടും തർക്കമാവുകയും ഇതിൽ ചോദിക്കാൻ ചെന്നപ്പോൾ പ്രകോപിതനായിട്ട് ഈ രക്ഷിതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നൊരു കാര്യം. ഈ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയുള്ള ജിനേഷ് രാജിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ ഈ ജിനേഷ് രാജിന് പരാതി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കേസെടുക്കും. സ്വാഭാവികമായിട്ടും പരാതി പ്രകാരം കേസെടുക്കുന്നൊരു നടപടി ഉണ്ടായിരിക്കും. ഇതിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. രാത്രി തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഈ സംഭവത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു ജാഗ്രത പോലീസ് അവിടെ കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ വലിയ പ്രകോപനങ്ങൾ ഇത്തരത്തിൽ പ്രചരിക്കുമ്പോൾ അത് മറ്റു തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള സാധ്യത മുന്നിൽക്കണ്ട് അതിനെതിരെയുള്ള നടപടികളും ഒരു ജാഗ്രതയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നിലവിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളോ ക്രമസമാധാന പ്രശ്നങ്ങളോ ഇല്ല. ഈ അക്രമത്തിൽ പരിക്കേറ്റ 3 പേരും പരാതിപ്പെട്ടവരും അതേപോലെ ഇതിൽ മുറിവേറ്റവരൊക്കെ നിലവിൽ ചികിത്സയിലാണുള്ളത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ ജിനേഷ് രാജിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുകയാണെന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ പോലീസ് വലിയ ജാഗ്രതയിലാണ്. ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇതിനു മുൻപ് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലാണ് ഒരു ബാർബർ ഷാപ്പിൽ ചെന്ന് യുവാവിൻ്റെ കഴുത്ത് മുറിച്ച സംഭവം ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ്. ഇതിനുശേഷം ഇത്തരമൊരു സംഭവം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. 2 കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം അത് മാതാപിതാക്കൾ ഏറ്റെടുക്കുന്നു. അതേ തുടർന്നുള്ള തർക്കമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നടി ലക്ഷ്മിപ്രിയക്കെതിരെ നിയമ നടപടിയുമായി അൻസിബ. വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. നടി ലക്ഷ്മിപ്രിയക്കെതിരെ നിയമ നടപടിയുമായി അൻസിബ. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. തൃപ്പൂണിത്തുറ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അൻസിബയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പുതിയ നീക്കം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, നേരത്തെ തന്നെ അൻസിബ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ കോടതിയെ സമീപിക്കുന്ന നിയമ നടപടി തുടരുമെന്ന്. പക്ഷേ കൃത്യമായും അതിന് യാതൊരു തെളിവുമില്ല. ലക്ഷ്മിപ്രിയക്കെതിരെ ലക്ഷ്മിപ്രിയ അങ്ങനെ തന്നെക്കുറിച്ച് അങ്ങനെ മോശമായി പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ആക്ഷേപിച്ചു എന്ന രീതിയിൽ ആരോപണത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് നൽകിയതും. ഇനി ഏത് രീതിയിലാണ് ഈ നിയമ നടപടിയുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്? ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അൻസിബ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, തൃക്കാക്കര തൃപ്പൂണിത്തുറ വനിതാ SI രേഷ്മയ്ക്കും അതുപോലെ ലക്ഷ്മിപ്രിയയ്ക്കും എതിരെയുള്ള പരാതിയിൽ പോലീസ് നടപടിയെടുത്തിട്ടില്ല. അൻസിബയുടെ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിൽ കേസെടുക്കാനാകില്ല എന്ന് പറഞ്ഞാണ് ഈ പരാതി തള്ളുന്നത്. അത്തരത്തിലൊരു നടപടി, അതായത് ഈ പരാതിയിൽ നടപടിയെടുക്കാനാകില്ല എന്നുള്ള തൃക്കാക്കര ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത്. തൃപ്പൂണിത്തുറ കോടതിയിലാണ് സ്വകാര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കെതിരെയും അതുപോലെ ലക്ഷ്മിപ്രിയക്കെതിരെയും ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷിനെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഇതിൽ അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ് ആ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നേരത്തെ നമുക്കറിയാം ഈ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു വോയിസ് മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അൻസിബയെ ചോദ്യം ചെയ്യാൻ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് വനിതാ സെൽ SI വിളിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും തുടർന്ന് മാപ്പെഴുതി വാങ്ങിയ ശേഷമാണ് തന്നെ വിട്ടയച്ചതെന്നായിരുന്നു അൻസിബയുടെ പരാതി. അങ്ങനെയാണ്. അതേസമയം 1 മണിക്കൂർ മാത്രമേ അൻസിബ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ACPയുടെ റിപ്പോർട്ട്. അങ്ങനെയാണ്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇത്തരത്തിൽ മാനസിക പീഡനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ SIക്കെതിരെ
കേസെടുക്കാനുള്ള നടപടിയില്ല എന്ന് തന്നെയാണ് ഇതിൽ ACPയുടെ റിപ്പോർട്ട് അങ്ങനെയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻസിബ കോടതിയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അത് മാത്രമല്ല ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അമ്മയിലെ എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് രാജിവെച്ച ശേഷമാണ് അൻസിബ ഈ പരാതിയുടെ അടിസ്ഥാനമായി മുന്നോട്ട് നീങ്ങുന്നത്. അത് മാത്രമല്ല ടിനി ടോമിനെതിരായ പരാതി നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കൽ നടപടിക്രമങ്ങൾ മറ്റ് നടപടികൾ ഉണ്ടെങ്കിൽ പാലിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ലക്ഷ്മിപ്രിയ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഈ ലക്ഷ്മിപ്രിയയ്ക്കും അതുപോലെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SIക്കും എതിരെയുള്ള നടപടിയിൽ കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. കോടതിയിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്നാണ് അൻസിബയുടെ ആവശ്യം. അങ്ങനെയാണ് എന്തായാലും ഈ ലക്ഷ്മിപ്രിയയ്ക്കും ഭർത്താവ് ജയേഷിനും അതുപോലെ ഈ വനിതാ SI രേഷ്മയ്ക്കുമെതിരെയാണ് കോടതിയിൽ സമീപിച്ചിട്ടുള്ളത്. ടോം, അതോടൊപ്പം ഈ ടിനി ടോമിനെതിരെ അൻസിബയുടെ നിയമപോരാട്ടം തുടരുന്നുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ നിരവധി പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടവന്ത്ര പോലീസിൻ്റെ വിഷയത്തിൽ, അതായത് അൻസിബയുടെ പരാതിയിൽ, ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിൽ കടവന്ത്ര പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസമാണ് നീനാക്കുറുപ്പിനെ മൊഴിയെടുത്തത്. കടവന്ത്ര പോലീസ് വീട്ടിലെത്തിയിട്ടാണ് നീനാക്കുറുപ്പിന്റെ മൊഴിയെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ടിനി ടോം പറഞ്ഞത് പ്രൊഡക്ഷൻ കൺട്രോളിന്റെ മകനെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ മകൻ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ അത്തരത്തിൽ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല നീനാക്കുറുപ്പും ഇത്തരത്തിൽ അൻസിബയ്ക്കെതിരെ, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുണ്ടായ തമാശ വർത്തമാനങ്ങളിലോ ആയിട്ടാണ് ടിനി ടോം അൻസിബയ്ക്കെതിരെ പറയുന്നതും അൻസിബ ഈ ഇത്തരത്തിൽ മതം മാറ്റാൻ ശ്രമിക്കുന്ന ആളാണ്, ജിഹാദിയാണ് തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയതെന്നുള്ള തരത്തിലുള്ള വിശദീകരണമാണ് നീനാക്കുറുപ്പും നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് നീനാക്കുറുപ്പിന്റെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അൻസിബ നമുക്കറിയാം മാധ്യമങ്ങളോട് പ്രതികരിച്ച സാഹചര്യത്തിൽ ടിനി ടോം സാമൂഹ്യ വിപത്താണ്, ഇത്തരത്തിൽ മതപരമായി തന്നെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ അവഹേളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനെതിരെ ശക്തമായ നടപടി വേണം, അത് സാമൂഹ്യ വിപത്താണ് ടിനി ടോം എന്നുള്ള തരത്തിലാണ് അൻസിബ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും. അങ്ങനെയാണ് എന്തായാലും ടിനി ടോമിനെതിരായ പരാതിയിലുള്ള നിയമ നടപടികൾ തുടരുകയാണെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മാത്രമല്ല അമ്മയുടെ ജൽ ബോർഡ് യോഗം 21-ാം തീയതി ചേരുകയാണ്. ഈ ടിനി ടോമുമായിട്ടുള്ള വിഷയത്തിൽ അൻസിബ നൽകിയിരിക്കുന്ന മറുപടി അത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾ ഒരുപക്ഷെ അമ്മ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജൽ ബോർഡിക്ക് ശേഷമായിരിക്കും അല്ലെങ്കിൽ ജൽ ബോർഡ് നടക്കുന്ന ആ ദിവസമായിരിക്കും തീർച്ചയായും ഈ ഒരു വിവാദമുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഈ വിഷയം, അതായത് അൻസിബ ഉന്നയിക്കുന്ന വിഷയം യോഗം ചർച്ച ചെയ്യുമോ? അൻസിബ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു തൻ്റെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന്. പക്ഷെ തനിക്ക് അമ്മയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അമ്മ നേതൃത്വം പറയുന്നത് അങ്ങനെ ആരുടെ ഭാഗത്ത് മൊത്തത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ലെന്ന്. ഈ നിയമ നടപടിക്കപ്പുറം അങ്ങനെ അൻസിബ എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും ഈ വിഷയം ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഇരു വിഭാഗത്തെയും കേൾക്കാൻ ചർച്ച ചെയ്യാനുള്ള ഒരു നീക്കങ്ങൾ ഈ താരസംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അമ്മയ്ക്ക് ഈ അൻസിബ മറുപടി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം ആ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ മറുപടി ചർച്ച ചെയ്തില്ല. അതേസമയം ജനറൽ ബോഡി 21-ാം തീയതി ജനറൽ ബോഡി ചേരേണ്ടതുള്ളത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ, അതായത് അതിലുള്ള മെമ്പർമാരെല്ലാം ഔദ്യോഗികം അറിയിക്കുകയും അതല്ലെങ്കിൽ തുടങ്ങിയ ഒരുപാട് നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ടും അത്തരം നടപടികളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഈ അമ്മയ്ക്കുള്ളത് കൊണ്ടാണ് അത് ജൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്ന് അല്ലെങ്കിൽ ജൽ ബോഡിക്ക് ശേഷമോ അതിന് തൊട്ടു മുൻപായോ ചർച്ച ചെയ്യാമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് അമ്മ നീങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അമ്മ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഇതിനകം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗങ്ങളിലൊക്കെയും അമ്മയുടേതായ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള തീരുമാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ജൽ ബോഡി 21-ാം തീയതി ചേരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ടും ടിനി ടോമിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അൻസിബ മറ്റും ഇവർക്ക് അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന മറുപടിയുമായി ബന്ധപ്പെട്ടുമുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
എസ് വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് പട്ടാപ്പകൽ പള്ളിയിൽ കയറി ഭണ്ഡാരപ്പെട്ടി മോഷ്ടിച്ച സ്ഥിരം ഭണ്ഡാര മോഷ്ടാവ് അറസ്റ്റിൽ. കൽപ്പകഞ്ചേരി സ്വദേശി ഷിഹാബുദ്ദീനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത മോഷ്ടാവിനെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. ഷിഹാബുദ്ദീനെതിരെ സമാനമായ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജിഷാദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന്. ജിഷാദ്, ഇത് ആദ്യമായിട്ടുള്ളൊരു കേസല്ല. ഷിഹാബുദ്ദീൻ സ്ഥിരം ഭണ്ഡാര മോഷ്ടാവാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണം വലിയ വെല്ലുവിളിയായിരുന്നു. എങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്? ടോം, ഇക്കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ മോഷണം നടക്കുന്നത്. ഈ തൊഴുവാനൂര് പള്ളിയില് തന്ത്രപരമായി കയറിയ പ്രതി ഈ ഭണ്ഡാരം മോഷ്ടിക്കുകയായിരുന്നു. ഈ പ്രതിയുടെ രീതി എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ തീരെ യൂസ് ചെയ്യാറില്ല. ഈ പോലീസിന് ഭയങ്കര വെല്ലുവിളിയായിരുന്നു ഈ മോഷ്ടാവിനെ കണ്ടെത്തുക എന്നത്. ഈ കൽപ്പകഞ്ചേരി സ്വദേശി ഷിഹാബുദ്ദീനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റിലായിട്ടുള്ളത്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നത്. ഈ പ്രതി നിരവധി കേസുകൾ, സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ്. എന്തായാലും പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇക്കഴിഞ്ഞ 6-ാം തീയതിയായിരുന്നു ഈ മോഷണം നടക്കുന്നത്. പള്ളിക്കുള്ളിൽ സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി ഷിഹാബുദ്ദീൻ പള്ളിയിൽ അതിക്രമിച്ച് കയറി മോഷണം നടത്തുകയായിരുന്നു. ഈ പള്ളി സെക്രട്ടറിയുടെ പരാതിമേലാണ് ഈ പോലീസ് അന്വേഷണം നടത്തുന്നത്. സമാന രീതിയിലുള്ള മോഷണങ്ങൾ നടത്തിയ പ്രതി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പിടികൂടുന്നത്. ഇയാളുടെ നാട്ടിലും സമാനമായ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ടോം, യെസ്, എന്തായാലും ഈ സ്ഥിരം മോഷ്ടാവാണ് ഇയാൾ. ഇനിയും ജാമ്യം കിട്ടി പുറത്തിറങ്ങാം, പഴയ പണി തന്നെ തുടരാം. പക്ഷേ ഇങ്ങനെയുള്ള മോഷ്ടാക്കൾക്കെതിരെ ഒരു ശക്തമായ നടപടി വേണ്ടതാണ്, അതല്ലെങ്കിൽ പോലീസിൻ്റെ കൃത്യമായ നിരീക്ഷണം വേണ്ടതാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് ഷിഹാബുദ്ദീനെ പോലീസ് ഇങ്ങനെ കൃത്യമായി നിരീക്ഷിക്കാതിരുന്നത്? ഒരു ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ പണി തുടരാനുള്ള സാധ്യതയില്ലേ ജിഷാദ്? ടോം, തീർച്ചയായും നിരവധി കേസുകളിലെ സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷിഹാബുദ്ദീൻ. മാത്രമല്ല പോലീസ് നിരീക്ഷിക്കുക എന്ന് വെച്ചാൽ മറ്റേ മൊബൈൽ ഫോണുകൾ ഈ ഷിഹാബുദ്ദീൻ യൂസ് ചെയ്യുന്നില്ല. തന്ത്രപരമായി, അതായത് ഈ ടവർ ലൊക്കേഷൻ എടുക്കുന്ന പോലീസ് ഈ ഷിഹാബുദ്ദീനെതിരെ കേസുമായി ബന്ധപ്പെട്ട് ഈ ടവർ ലൊക്കേഷൻ കിട്ടാത്ത സ്ഥിതി അടക്കം ഉണ്ടായിരുന്നു. ഈ പോലീസ് ആക്ട് പ്രകാരം നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ അതായത് ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും വെച്ചായിരുന്നു പോലീസ് ഈ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു സ്ഥിതിയാണ്. വളാഞ്ചേരി പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. യെസ്, വ്യക്തമാണ്. ജിഷാദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥിരം ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഷിഹാബുദ്ദീനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇടവേള. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്.
ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്പോട്ട് ലൈവ് തുടരുന്നു. മാസപ്പടി കേസിൽ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഷിബി എസ് കർത്ത ഹാജരായി. CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമാണ് ഷിബി. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയും. പിണറായി വിജയന്റെ മകൾ വീണ ബുധനാഴ്ചയാണ് ഹാജരാകേണ്ടത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് ഷിബിയുടെ ചോദ്യം ചെയ്യൽ മാത്രമാണോ നടക്കുന്നത്? ടോം, ഇതിൽ CMRL ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ CMRL ഇതുപോലെ ഡയറക്ടർ ബോർഡിലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇപ്പോൾ ശരൺ എസ് കർത്ത ജോയിന്റ് MD ആണ്. MD ശശിധരൻ കർത്തയുടെ മകൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ മകൾ ഷിബി എസ് കർത്ത, ഇവരോടെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് ശരൺ എസ് കർത്തയോട് കൂടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ അത് നാളേക്ക് മാറ്റിയിട്ടുണ്ടാകും. കാരണം ഇവരൊരു സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് ആദ്യഘട്ടങ്ങളിൽ ഒരു 3 നോട്ടീസ് വരെയുള്ളൊരു സാവകാശം അവർക്ക് ലഭിക്കാറുണ്ട്. മാത്രമല്ല അത്തരം ചില ചേഞ്ചുകൾ ദിവസങ്ങൾ മാറ്റുന്നത് അനുവദിച്ച് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ചോദ്യം ചെയ്യൽ ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്തതിൽ ഉന്നത ഉദ്യോഗസ്ഥരോടക്കം ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന ദിവസത്തിൽ അവർ അവധി വാങ്ങിക്കുകയും ബുധനാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്, സമൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലടക്കമെല്ലാം തന്നെ പൂർത്തിയാകുകയും ചെയ്യും. CMRLൽ നിന്ന് പ്രധാനമായിട്ട് തന്നെ ഇഡിക്ക് അറിയേണ്ടത് ഈ തുക കൈമാറിയത് 2,78,00,000 രൂപ കൈമാറിയത് എന്ത് കാര്യത്തിന്, അത് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം സേവനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നതാണ് ഇഡി സംശയിക്കുന്നതും നിരീക്ഷിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പണം ഏത് രീതിയിൽ വന്നിട്ടുള്ളതാണ് എന്നതടക്കം ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നേരത്തെയും വീണ വിജയനിൽ നിന്ന് അറിയാനായിട്ട് ലക്ഷ്യമിടുന്ന ഈ പണം ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയെന്നതെല്ലാം തന്നെ അന്വേഷിക്കും. കാരണം ഇഡിയുടെ ഒരു കേസിൻ്റെ രീതി അനുസരിച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ഇത്തരം ഈ കള്ളപ്പണ ഇടപാട് എന്ന് പറയുന്ന ഈ സ്വത്തുക്കൾ, അതിലൂടെ വന്നിരിക്കുന്ന സ്വത്തുക്കൾ, അത് മരവിപ്പിക്കുന്ന ഒരു നടപടികളിലേക്ക് പോകും. പിന്നീട് ഇതല്ല എന്ന് കോടതി മുഖേന തെളിയുമ്പോൾ വിട്ടുകൊടുക്കുന്നതുമായ രീതിയാണ് അവർ അനുവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നടപടിക്രമങ്ങൾ, ഈ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണെന്നതാണ്. തുടക്കം മുതൽ ഈ കോടതി ഉത്തരവ് അനുകൂലമായ സമയം മുതൽ തന്നെ ഇഡി വളരെ പെട്ടെന്ന് ഈ കേസിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, ഇത് CMRLന്റെ ഡയറക്ടർ ബോർഡിലുള്ളതാണ്. ഒപ്പം തന്നെയും ഇഡി റെയ്ഡ് ചെയ്ത സ്ഥാപനങ്ങളുണ്ട്, CMRLന്റെ അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ലിബുൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന് ചുമതലപ്പെടുത്തത് ഈ ഷിബി എസ് കർത്തയാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിലും പരിശോധനകൾ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. ഏതായാലും സാധാരണഗതിയിൽ ചോദ്യം ചെയ്യൽ വൈകിട്ട് വരെയൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. ഈ ദിവസങ്ങളിൽ ഇന്ന് നാളെയുമായി കൂടുതൽ CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോം, തീർച്ചയായും എന്തായാലും ഡാനി സൂചിപ്പിച്ചതുപോലെ CMRLന്റെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ട്. വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യലുണ്ടാകും. വീണയ്ക്ക്, പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് കഴിഞ്ഞ ദിവസം വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു, ബുധനാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ ഹാജരാകില്ല എന്ന് അറിയിച്ചതാണ്. ബുധനാഴ്ച വീണ ഇഡിക്ക് മുന്നിലേക്ക് എത്തുമോ? ടോം, ഈ കാര്യത്തിൽ ഈ നോട്ടീസുകൾ നൽകുക, 3 നോട്ടീസുകൾ വരെയും ചില കേസുകളിലെല്ലാം തന്നെയും അതിങ്ങനെ അവരുടെ സമയമനുസരിച്ച് സാഹചര്യമനുസരിച്ചെല്ലാം തന്നെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്, അങ്ങനെ നീണ്ടു പോകാറുണ്ട്. അതൊരു 3 നോട്ടീസ് വരെ അത്തരമൊരു സാവകാശങ്ങളൊക്കെ ചില കേസുകളിലെങ്കിലും ലഭിക്കുന്ന ഒരു രീതിയെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നെല്ലാം തന്നെ പറയുമ്പോൾ അതിനൊരു ചില കേസുകളിൽ നിയമ നടപടികളിലൂടെ പ്രതിരോധിക്കാനുള്ളൊരു സാവകാശമെല്ലാം ഈ കാലത്ത് ആ സമയത്ത് അന്വേഷിക്കാറുണ്ട്. പക്ഷേ ഇതിൽ അത്തരമൊരു സാഹചര്യവും നിലനിൽക്കുന്നുമില്ല.
അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ നോട്ടീസിന് ഹാജരാകാനുള്ളൊരു സാധ്യത തന്നെയാണ് കൂടുതൽ കൽപ്പിക്കുന്നത്. കാരണം മറ്റേതെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് ആവില്ല. അന്വേഷണവുമായി സഹകരിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും വീണ വരേണ്ടതാണ്. ഇനിയും ഒരു മൂന്നാം നോട്ടീസിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ആ ദിവസങ്ങളിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കുക. തൊട്ട് മുൻപായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് അപേക്ഷ നൽകുകയും നീണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്യുക. ഏതായാലും ഇഡി അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിന് അവരുടെ നടപടികളിൽ നിന്ന് നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് പരിശോധന നടത്തിയപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ വളരെ സത്വര നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. കേസിൽ കക്ഷി ചേരാൻ വരെ അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇത്തരം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇഡിക്ക് മുന്നിലേക്ക് വീണയ്ക്ക് എത്തിയേ മതിയാകൂ. അത് ഏത് ദിവസം എന്നതാണ് നിലവിൽ ബുധനാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒഴിവ് നൽകി വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് മാറുമോ എന്നതിൽ വ്യക്തതയില്ല. ടോം. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. CMRLന്റെ അനധികൃത പണമിടപാടിൽ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.